ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ മക്കളെ, പ്രയാസമില്ലാത്തവരൊന്ന് വീഡിയോ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നന്നാകും. നമ്മളൊരു ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നിങ്ങളെ കൂടി കണ്ടുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോഴാണ് അത് ഇഫക്റ്റീവ് ആകുന്നത്. പ്രയാസമില്ലാത്ത എല്ലാവരും ഒന്ന് വീഡിയോ എനേബിൾ ചെയ്യുക. ഓക്കെ ഓക്കെ യെസ് 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 യെസ്. കുറേ പേര് എനേബിൾ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്തോളൂ പ്ലീസ്. ഓക്കെ, നമുക്ക് യെസ് യെസ് യെസ്, താങ്ക് യു വെരി മച്ച്. നമുക്ക് വിശദമായിട്ട് മറ്റൊരിക്കൽ പരിചയപ്പെടാം. നമ്മളൊരു ക്ലാസ് റൂമിനകത്തുള്ളവരാണ് എല്ലാവരും. പരസ്പരം പരിചയപ്പെടാനൊക്കെ നമുക്ക് മറ്റു വല്ലപ്പോഴും നമുക്ക് സെഷൻ കാണാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേ ആയതുകൊണ്ട് തൽക്കാലം നമുക്ക് അതിലേക്കൊന്നും പോകുന്നില്ല. ഇതിൽ SSCയുടെ ഏതെങ്കിലും പരീക്ഷ മുമ്പ് എഴുതിയവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മീ എന്ന് ടൈപ്പ് ചെയ്യുമോ? മീ എന്ന് ടൈപ്പ് ചെയ്യുമോ? SSCയുടെ ഏതെങ്കിലും പരീക്ഷ മുമ്പ് എഴുതിയവരുണ്ടെങ്കിൽ ഒന്ന് മീ എന്ന് ടൈപ്പ് ചെയ്യുമോ? ME. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ഓക്കെ, 18 പേരായി. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തോ ഒരു സൗണ്ട് പ്രയാസം ഉണ്ട്. മുനീർ സാർ, ഞാൻ സാറിനെ മ്യൂട്ട് ചെയ്തിരുന്നു. പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, താങ്ക്സ്. ഓക്കെ ഓക്കെ. മുനീർ സാർ ഒന്ന്. ഓക്കെ ഓക്കെ, റൈറ്റ്. ഓക്കെ, 18 പേരാണ് മുമ്പ് SSC പരീക്ഷ എഴുതി പരിചയമുള്ളത്. അപ്പോൾ നമ്മുടെ ഉദ്യമം എന്തായാലും വിജയിച്ചിട്ടുണ്ട്. കാരണം SSCയിൽ കാര്യമായിട്ട് ഒന്നും ഇല്ലാത്ത പാവപ്പെട്ട മക്കളെ ഈ ഒരു ഫീൽഡിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന് തന്നെയാണ് SSC കട്ട് ഓഫ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാവരും സ്വയം മ്യൂട്ട് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, യെസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് QA പാർട്ടാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഈ വർഷം പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവർ ഇതിലൊന്ന് ടൈപ്പ് ചെയ്യണം. CGL അപേക്ഷിച്ചവർ CGL മാത്രം, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിലാണെങ്കിൽ CHL ആണെങ്കിൽ CHL എഴുതുക, ടൈപ്പ് ചെയ്യുക. MTS ഇപ്പോൾ അപേക്ഷിച്ചവർ MTS ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യൂ, ഞാനൊന്ന് കാണട്ടെ. അപേക്ഷിച്ചവർ, ഈ വർഷം അപേക്ഷിച്ചവർ. ഓക്കെ, കുറെ പേര് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏകദേശം 10-40ഓളം പേര് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കറക്റ്റ്. യെസ്. ഓക്കെ, കുറെ പേരായി. വെരി ഗുഡ്, സന്തോഷം. അപ്പോൾ കറക്റ്റ് ആവശ്യക്കാർ തന്നെയാണ് ഗ്രൂപ്പിലുള്ളത്. നമുക്ക് സന്തോഷത്തോടു കൂടി ക്ലാസ്സിലേക്ക് കിടക്കാം. എൻ്റെ പേര് മുനീർ എന്നാണ്. വീട് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. ഏകദേശം 10-18 വർഷമായിട്ട് മത്സര പരീക്ഷാ പരിശീലന മേഖലയിൽ സജീവമായിട്ട് നിലനിൽക്കുന്നു. എന്നെ പരിചയമുള്ള മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മീന്ന് ടൈപ്പ് ചെയ്യോ? എം എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. എന്നെ പരിചയമുള്ള മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ M ടൈപ്പ് ചെയ്തോളൂ പ്ലീസ്. M. ഓക്കെ, ആഷിഖ്. ഓക്കെ, അനസ്. ഓക്കെ, ഷാരി. ഓക്കെ, യെസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബാസിൽ, റുക്സാന.
ഓക്കെ മുനവ്വിർ. ഓക്കെ ഓക്കെ റൈറ്റ്. നമുക്ക് QA പാർട്ടിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഏത് പരീക്ഷയാണെങ്കിലും CGL ആണെങ്കിലും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ആണെങ്കിലും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണെങ്കിലും ഇതിൽ മൂന്നിലും നമുക്ക് QA പാർട്ട് വരുന്നുണ്ട്. മാത്രവുമല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന സിലബസ്, നാം ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് CGL-ൻ്റെതാണ്. CGL-ൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താലുള്ള ഗുണം കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫും ഒക്കെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുമെന്നതാണ്. അപ്പോൾ അതുകൊണ്ട് CGL-ൻ്റെ സിലബസ് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ബാക്കിയെല്ലാം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, QA പാർട്ട് നിങ്ങൾ സിലബസ് ഒക്കെ വിശദമായി നോക്കിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, സിലബസിലെ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യേണ്ട പാർട്ട് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയ പാർട്ട് അപ്പൊ നമുക്ക് ഇന്ന് പേഴ്സൻറ്റേജിലേക്ക് പോകാം. ഉള്ള സമയം കൊണ്ട് നമുക്ക് ടോട്ടൽ നമുക്കൊരു മാസം 22 ദിവസം വെച്ച് 66 ദിവസമാണ് നമുക്ക് മൊത്തം കിട്ടുക. ഈ 66 ദിവസത്തിൽ നമ്മൾ ആൾറെഡി പ്ലാൻ ചെയ്തത് 20 days QA, 20 days റീസണിങ്, 20 days ഇംഗ്ലീഷ്, ദെൻ 6 days ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ്സിന് ഒരുപാട് ക്ലാസ് ഉണ്ടെന്ന് ആവശ്യമില്ല. അത് നിങ്ങൾ സ്വയം കുറേ വായനയാണ് ഇവിടെ ആവശ്യമുള്ളത്. എന്തു പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ ട്രിക്സ്, അതിൻ്റെ ഒരു കോമൺ ത്രെഡ് എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് ജനറൽ അവയർനെസ്സിൻ്റെ ക്ലാസ്സിൽ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ഈ 3 വിഷയങ്ങൾക്കാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയാണ് SSCക്ക് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിലെ ഏറ്റവും ബേസിക് ആയ ഒരു പോർഷനാണ് പേഴ്സൻറ്റേജ്. നിങ്ങൾ അത്യാവശ്യം പരീക്ഷയൊക്കെ എഴുതി പരിചയമുള്ള മക്കളായതുകൊണ്ട് പേഴ്സൻറ്റേജിൻ്റെ ഏറ്റവും ബേസിക് പാഠങ്ങളിലേക്ക് തൽക്കാലം നമ്മൾ കടക്കുന്നില്ല. നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് തന്നെ കടക്കാം എന്നാണ് തോന്നുന്നത്. പേഴ്സൻറ്റേജ് എന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. ശതമാനം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാ. അപ്പോൾ നേരെ പ്രോബ്ലത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. റെഡിയാണോ മക്കളെ? പ്രോബ്ലത്തിലേക്ക് കടക്കാൻ റെഡിയാണോ? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാൻ പോകുന്നത് CGL പരീക്ഷയിലെ ചോദ്യമല്ല. ഡയറക്റ്റ് CGL ചോദ്യത്തിലേക്ക് ആദ്യം നമ്മൾ കടക്കുന്നില്ല. MTS പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു കമ്പൈൻഡ് ഹയർ സെക്കൻഡ് ലെവൽ ചെയ്യാം. അതും കഴിഞ്ഞിട്ട് നമുക്ക് CGL-ലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തെ ആയതുകൊണ്ട് കേട്ടോ. എഴുതിക്കോളൂ. 75% of a number, 75% of a number, 75% of a number added to 20, then get the same number, then the number is 75% of a number added to 20, then get the same number, then the number is. ആൻസർ കിട്ടിയാൽ നിങ്ങൾ പേഴ്സണൽ പ്രൈവറ്റ് ചാപ്റ്റർ കേട്ടോ. എൻ്റെ പേര് D മാത്ത് മെൻറ്റർ എന്നുണ്ടാകും, ദ മാത്ത് മെൻറ്റർ. അത് സെലക്ട് ചെയ്തിട്ട് പ്രൈവറ്റ് ചാറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ആൻസർ മറ്റാരും കാണാന്നുള്ളതുകൊണ്ടാണ്. കേൾക്കുന്നില്ല എന്നൊരാൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. 75% of a number added to 20, then get the same number, then the number is. Okay, അഫ്നിദ, മുഹമ്മദ് മുഹസിൻ, ഓക്കെ, വെരി ഗുഡ്. കിട്ടിയ ആൻസർ പേഴ്സണലി ചാറ്റ് ചെയ്യണേ. പബ്ലിക് ചാറ്റ് ഒഴിവാക്കിയത് മറ്റുള്ളവർക്ക് പ്രയാസാവാതിരിക്കാൻ. ആരതി, വെരി ഗുഡ്. ഓക്കെ, സജിന തെറ്റിപ്പോയി, നോക്കണേ. സജിന സയ്യിദ് തെറ്റിപ്പോയി. സജിന TS ഓക്കെ. റാഷി ഓക്കെ, വെരി ഗുഡ്. പ്രൈവറ്റ് ചാറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടോ? D മാത്ത് മെൻറ്റർ എന്നുള്ള അത് പോയി ക്ലിക്ക് ചെയ്യുക ചാറ്റ് ബോക്സിൽ, എന്നിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റിൽ പേഴ്സണലി കിട്ടും. സൽന വെരി ഗുഡ്. അനീസ് വെരി ഗുഡ്. അഭിജിത്ത് അജയ് വെരി ഗുഡ്. റിസ്വാന വെരി ഗുഡ്.
സജ്ജന വെരി ഗുഡ്. മുനീർ പി വെരി ഗുഡ്. കേൾക്കും കേൾക്കണ്ട എന്താണ്? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ല. മുഹമ്മദ് സുഹൈൽ ഒന്നും കൂടി ചെക്ക് ചെയ്യണേ. കൃഷ്ണദാസ് വെരി ഗുഡ്. ഓക്കെ, നോക്കൂ മക്കളെ, ഇനി ഞാൻ പറയാട്ടോ. അപ്പൊ ഏകദേശം ഒരു 10-15ഓളം പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. നോക്കൂ മക്കളെ, ഞാൻ പറയാം. ഒരു സംഖ്യയുടെ 75% കൂടി 20 ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് ആ സംഖ്യ തന്നെയാണ് എങ്കിൽ സംഖ്യ എത്ര എന്നാണല്ലോ ചോദ്യം, അല്ലേ? ശരിക്കും മനസ്സിലാക്കണം. ഒരു സംഖ്യയുടെ 75% കൂടി 20 കൂട്ടിയപ്പോൾ കിട്ടിയത് ആ സംഖ്യ തന്നെയാണ് എങ്കിൽ സംഖ്യ എത്ര? മക്കളെ, ഈ ചോദ്യം നാം സ്കൂളിങ്ങിൽ പഠിച്ചത് ഇങ്ങനെയാണ്. എങ്കിൽ സംഖ്യാസമം ലെറ്റ് ദ നമ്പർ ബി എക്സ്, നമ്പർ എന്നത് എക്സ് എന്നിരിക്കട്ടെ എന്ന് ചെയ്യുന്നൊരു മെത്തേഡാണ് നാം സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചു വെച്ചത്. ദയവ് ചെയ്ത് ആ മെത്തേഡ് ഉപയോഗിക്കരുത്. അത് കോമ്പറ്റീവ് എക്സാമിനേഷന്റെ മെത്തേഡ് അല്ല. എക്സുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന രീതി കോമ്പറ്റീവ് എക്സാമിനേഷന്റെ മെത്തേഡ് അല്ല. ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതി കോമ്പറ്റീവ് എക്സാമിനേഷന്റെ മെത്തേഡ് അല്ല, തെറ്റിദ്ധരിക്കരുത്. അത് അക്കാഡമിക് മെത്തേഡാണ്. നാം സ്കൂളിലെ പരീക്ഷയ്ക്ക് പേപ്പറിൽ ഒരുപാട് എഴുതി മാർക്ക് വാങ്ങാനുള്ള മെത്തേഡാണ്. ഇവിടെ കോമ്പറ്റീവ് എക്സാമിനേഷനിൽ QA പാർട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് ഇക്വേഷൻസ് ഉപയോഗിക്കാതെ, എക്സുകൾ ഉപയോഗിക്കാതെ ചെയ്യണം. 98% ഓഫ് ദ ക്വസ്റ്റ്യനും SSCയിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ടയർ 1 പരീക്ഷയിൽ, SSC കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവലിന്റെ ടയർ 1 പരീക്ഷയിലെ 98% ഓഫ് ദ ക്വസ്റ്റ്യനും അങ്ങനെ ചെയ്യാൻ പറ്റും. 98% കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ജോലി കിട്ടി എന്നുള്ളതാണ്. നോക്കൂ മക്കളെ, നമുക്ക് നോക്കാം. ഞാൻ പറയാട്ടോ. ഒരു സംഖ്യയുടെ 75% കൂടെ 20 കൂട്ടിയപ്പോൾ ആ സംഖ്യ കിട്ടിയെന്നാണ്. ഈ ചോദ്യത്തെ ഞാൻ ഇങ്ങനെ മാറ്റി പറയുകയാണ്. ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗത്തോടു കൂടെ, 75%ന്റെ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞൂടെ, മുക്കാൽ ഭാഗത്തോടു കൂടെ 20 കൂട്ടിയപ്പോൾ അത് ഫുള്ളായി. ഇങ്ങനെ പറയാലോ. സംഖ്യ കിട്ടി എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ 90% കിട്ടിയെന്നല്ല, സംഖ്യയുടെ 85% കിട്ടിയെന്നല്ല, സംഖ്യ മുഴുവൻ കിട്ടിയെന്നാണ്. അപ്പൊ ചോദ്യം ഞാൻ ഇങ്ങനെ മാറ്റി പറയുന്നു. ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗത്തോടു കൂടെ 20 കൂട്ടിയപ്പോൾ അത് ഫുള്ളായി. ഞാൻ ചോദിക്കട്ടെ, സാധാരണയായിട്ട് മുക്കാൽ ഭാഗത്തോടു കൂടെ എത്ര ഭാഗം കൂട്ടിയാലാണ് ഫുള്ളാവുക? കാൽ ഭാഗം കൂട്ടിയാലാണ് ഫുള്ളാവുക. ഓക്കെ, അപ്പൊ കാൽ ഭാഗം എന്നത് 20 എന്നർത്ഥം. സംഖ്യയുടെ കാൽ ഭാഗം 20. കാരണം 20 കൂട്ടിയപ്പോൾ ഫുള്ളായി, കാൽ ഭാഗം കൂട്ടിയപ്പോൾ ഫുള്ളാവല്ലേ. കാൽ ഭാഗം എന്നത് 20 എന്നർത്ഥം. അപ്പൊ കാൽ ഭാഗം 20 ആണെങ്കിൽ ഫുൾ എത്രയാ? കാൽ ഭാഗം 20 ആണെങ്കിൽ അരഭാഗം 40. യെസ്, അരഭാഗം 40 ആണെങ്കിൽ ഫുള്ള് 80. സോ ദ ആൻസർ ഈസ് 80. ഫുൾ 80 ആണ്. സംഖ്യ എന്നത് 80 ആണ്. ഓക്കെ, സംഖ്യ എന്നത് 80 ആണ് എന്നർത്ഥം. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ വരാട്ടോ. ഞാൻ ചാറ്റ് ബോക്സ് നോക്കുന്നുണ്ട്. അത് ലെഫ്റ്റ് സൈഡിൽ കാൾ ഓവർ ഇന്റർനെറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. റൈറ്റ്, ഒന്നും കൂടി പറയാം. 75% ഓഫ് നമ്പർ ആഡഡ് ടു 20 then get the same number, then the number is. അപ്പോൾ ഒരു സംഖ്യയുടെ 75% കൂടി 20 കൂട്ടിയപ്പോൾ കിട്ടിയത് ആ സംഖ്യ തന്നെയാണ് എങ്കിൽ സംഖ്യ എത്ര എന്നാണ്. സാധാരണ നമുക്കറിയാം മുക്കാൽ ഭാഗത്തോടു കൂടി കാൽ ഭാഗം കൂട്ടിയാലാണ് ഫുൾ ആവുക. അപ്പൊ കാൽ ഭാഗം എന്ന് 20 ആണ്. കാൽ ഭാഗം 20 ആണെങ്കിൽ അരഭാഗം 40 ആണ്. അപ്പൊ ഫുള്ളി 80 ആണ്. ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരെണ്ണം തരാം. അത് നിങ്ങൾ എല്ലാവരും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 1 second. ഓക്കെ, ഇതിൽ ചെറിയൊരു മാറ്റത്തോടെ, ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വേണ്ടല്ലോ, നമ്മൾ LKG ക്ലാസ്സിലൊന്നും അല്ലല്ലോ അല്ലെ. ചെറിയൊരു മാറ്റത്തോട് കൂടി തരാം. 90% ഓഫ് എ നമ്പർ, 90% ഓഫ് എ നമ്പർ, 90% ഓഫ് എ നമ്പർ added to 70, added to 70, then get the same number, then get the same number. 90% of a number added to 70, then get the same number. Then the number is, then
ദ നമ്പർ ഈസ്. പേഴ്സണലി ചാറ്റ് ചെയ്യണേ. ഓക്കെ സജന, സജന വെരി ഗുഡ്. അഭിജിത്ത് ഒന്നും കൂടി നോക്കണേ. മുഹമ്മദ് മുഹസിൻ വെരി ഗുഡ്. ആസിഫ് അലി വെരി ഗുഡ്. അഫ്നിദ വെരി ഗുഡ്. മുഹമ്മദ് സുഹൈൽ വെരി ഗുഡ്. റിസ്വാന ആരതി വെരി ഗുഡ്. ഐശ്വര്യ കൃഷ്ണദാസ്, സജ്ജന, റാഷി, ജിബി, അഭിജിത്ത് അജയ്. അഭിജിത്ത് അജയ് ഒന്നുകൂടി നോക്കൂ. അനീസ്, ഡാനിഷ്, സ്നേഹ, ശേഖരൻ, വിദ്യ, ഫാത്തിമ. എല്ലാവരും ചെയ്യൂ, എല്ലാവരും ചെയ്യൂ. ഒരു സംഖ്യയുടെ 90% കൂടി 70 കൂട്ടിയപ്പോൾ സംഖ്യ കിട്ടിയെന്നാണ്. നീതു, യാസിർ മുഹമ്മദ് വെരി ഗുഡ്, വെരി ഗുഡ്. മുഹമ്മദ് നിഹാൽ, ഓക്കെ. ഷുഹൈബ്, മുനീർ പി, സുജിത്, ഡാനിഷ് ഒന്നുകൂടി നോക്കണേ. ഡാനിഷ്. ഓക്കെ മക്കളെ, ഞാനൊന്ന് പറയാട്ടോ. ഒരു സംഖ്യയുടെ കേൾക്കണേ, ഒരു സംഖ്യയുടെ 90% കൂടി 70 ആഡ് ചെയ്തപ്പോൾ സംഖ്യ കിട്ടി, മീൻസ് 100% കിട്ടി. നമുക്കറിയാം 90% കൂടി 10% ആഡ് ചെയ്യുമ്പോഴാണ് 100% ആവുക. ക്ലിയർ ആണല്ലോ? 90% കൂടി 10% ആഡ് ചെയ്യുമ്പോഴാണ് 100% ആവുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 70% ആഡ് ചെയ്തപ്പോൾ 100% ആയിരുന്നാണ്. സോ വി ക്യാൻ സേ 10% is 70. 10% of a number is 70. 10% 70 ആണെങ്കിൽ 100%. 10ന്റെ കൂടെ ഒരു 0 കൊടുത്താൽ 100 ആയി. 70യുടെ കൂടെ ഒരു 0 കൊടുത്താൽ 700 ആയി. സോ ദ ആൻസർ ഈസ് 700. Is it okay? 10% 70 ആണെന്ന് നാം കൺക്ലൂഡ് ചെയ്ത് 10% 70 ആണെങ്കിൽ അതിൽ നിന്ന് 100%ലേക്ക് എത്താം. 10 100 ആവണമെങ്കിൽ 10ന്റെ കൂടെ ഒരു 0 കൊടുത്ത് 70ന്റെ കൂടെ 0 കൊടുത്താൽ 700. ഓക്കെ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അവരൊന്ന് ചാറ്റ് ബോക്സിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യോ. ഓ അടിച്ചാലും മതി, ഓന്ന് മാത്രം ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ 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 വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ഇനി ചാറ്റ് ചെയ്യണതൊക്കെ നേരത്തെ പ്രൈവറ്റ്ലി ചാറ്റ് ചെയ്തവരൊക്കെ ഇനിയും പ്രൈവറ്റ് തന്നെ ആയിരിക്കും. പിന്നെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൈവറ്റ് മതി. ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, പറയാം. ഓക്കെ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഓക്കെ അല്ലാത്തൊരു പ്രത്യേകം പറയണം. ഒരാൾ ഒന്നുകൂടി പറയാമോ ചോദിച്ചിട്ട് ഞാൻ വേഗം പറയാം. ഒരു സംഖ്യയുടെ 90% കൂടി 70 ആഡ് ചെയ്തപ്പോൾ സംഖ്യ കിട്ടിയെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ മുക്കാൽ ഭാഗം, കാൽ ഭാഗം എന്നൊക്കെ ഉപയോഗിച്ചു. കാരണം അവിടെ അങ്ങനെയായിരുന്നു ചോദ്യം. ഇവിടെ ആ ഒരു സ്റ്റൈലല്ല ചോദ്യം. ഇവിടെ 90% കൂടി 70 ആഡ് ചെയ്തപ്പോൾ സംഖ്യ കിട്ടി. അപ്പൊ നമ്മൾ അതിന്റെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യാം. 90% കൂടി 70 ആഡ് ചെയ്തപ്പോൾ 100% കിട്ടി. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫുൾ കിട്ടി എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ 100% എന്ന് പറയും. കാരണം നമുക്ക് ആവശ്യം എന്താണ്? ചോദ്യത്തിന്റെ ഭാഷയിലേക്ക് നമ്മൾ മാറണം. പണ്ടൊരാൾ ആന വാങ്ങിയിട്ട് ആനക്ക് ഹിന്ദി മാത്രമേ അറിയൂ, എന്നിട്ട് ഇദ്ദേഹം ആനയെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പകരം ആനക്ക് അറിയാവുന്ന ഹിന്ദി ഇദ്ദേഹത്തിന് പഠിച്ചാൽ മതി അല്ലേ? എന്ന പോലെ ഇവിടെ ക്വസ്റ്റ്യന്റെ ഭാഷയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക. നമ്മളെ കൺവേർട്ട് ചെയ്യുക അല്ലെ? ക്വസ്റ്റ്യൻ എന്താണ്? 90% കൂടി 70 കൂട്ടിയപ്പോൾ സംഖ്യ കിട്ടി. ആ സംഖ്യ എന്ന് നമ്മൾ എന്താക്കി മാറ്റും? 100% എന്നാക്കും. അപ്പൊ 90% കൂടി 70 കൂട്ടിയപ്പോൾ 100% ആയി. നമുക്കറിയാം 90% കൂടി 10% കൂട്ടിയാലാണ് 100% ആവുക. സോ 10% ഇന്ന് 70 ആണ്. അപ്പൊ 100% 700 ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 60% ഓഫ് എ നമ്പർ 60% of a number 60% of a number added to 8,000 then get the same number then the number is 60% of a number added to 8,000, then get the same number, then the number is. ഓക്കെ, കുറെ ആൻസർ വരുന്നുണ്ട്. അഫ്സർ അലി, ഐശ്വര്യ കൃഷ്ണ, ഞാൻ കുറെ പേര് വായിക്കാൻ വിട്ടുപോയി. മുഹമ്മദ് നിഹിൽ കുറെ ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അഫ്നിദ, അഭിജിത്ത്, ആഷിഖ്, സ്നേഹ, മുഹമ്മദ്, അയാസ്, അനീസ്, അലി, അറഫാത്ത്, വിദ്യ. ഓക്കെ 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 വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഞാനൊന്ന് പറയാട്ടോ. നോക്കൂ മക്കളെ, ഒരു സംഖ്യയുടെ 60% കൂടി
8000 കൂട്ടിയപ്പോൾ ആ സംഖ്യ കിട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണയായിട്ട് നമുക്കറിയാം, നമ്മൾ ഈ ചോദ്യത്തെ അങ്ങനെ മാറ്റി പറയും, 60% കൂടി 8000 കൂട്ടിയപ്പോൾ 100% കിട്ടി എന്ന് മാറ്റി പറയും. ഓക്കെ, നമുക്കറിയാം 60% കൂടി 40% കൂട്ടിയാലാണ് എന്ത് കിട്ടുക? 100% ആവുക. അപ്പൊ 40% എന്നത് 8000 എന്നർത്ഥം. 40% എന്നത് 8000 എന്നർത്ഥം. 40% 8000 ആണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും സർക്കസ് കളിച്ചിട്ട് 100%ലേക്ക് എത്തണം. എന്ത് സർക്കസ് ആയാലും കുഴപ്പമില്ല. 40% 8000 എന്നുള്ള ക്ലിയർ ആണല്ലോ. നോക്കൂ, ഒരു സർക്കസ് ഞാൻ പറയാം. 40% 8000 ആണെങ്കിൽ 40യുടെ ഇരട്ടി 80% എന്നത് 8000ന്റെ ഇരട്ടി 16,000 16,000 പക്ഷെ നമുക്ക് 80% അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് 100% ആണ്. 100% ആവണമെങ്കിൽ ഇതിനോട് കൂടി 20% കൂടി ആഡ് ചെയ്യണം. ആ 20% 40%ന്റെ പകുതിയാണ് അല്ലേ? അപ്പൊ 8000ന്റെ പകുതി 4000 അപ്പൊ 80%ഉം 20%ഉം ആഡ് ചെയ്യുമ്പോൾ 100% ആയി. 16,000ഉം 4,000ഉം ആഡ് ചെയ്യുമ്പോൾ 20,000 ആയി. സോ ദ ആൻസർ ഈസ് 20,000. ഈസ് ഇറ്റ് ഓക്കെ? ഒന്നുകൂടി പറയാം. ഒരു സംഖ്യയുടെ 60% കൂടെ 8000 ആഡ് ചെയ്തപ്പോൾ സംഖ്യ ലഭിച്ചു എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് 60%നോട് കൂടി 8,000 ആഡ് ചെയ്യുമ്പോൾ 100% ആയി. നമുക്കറിയാം 60%നോട് കൂടി 40% ആഡ് ചെയ്യുമ്പോഴാണ് 100% ആവുക. സോ 40% 8,000. 40% 8,000 കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും സർക്കസ് കളിച്ചിട്ട് 100%ലേക്ക് എത്തണം. നമ്മൾ കളിച്ച സർക്കസ് 40യുടെ ഇരട്ടി 80% എടുത്ത് അത് 16,000 ആണ്. 100 ആവാൻ 20% കൂട്ടണം. അത് 40% പകുതിയാണ്. 8000ന്റെ പകുതി 4,000 ആണ്. അപ്പൊ 16,000ഉം 4,000ഉം ആഡ് ചെയ്യുമ്പോൾ 20,000 കിട്ടി. ഓക്കെ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇപ്പോ ഞാൻ ചെയ്ത ചോദ്യങ്ങള് MTSന്റെ ചോദ്യം ചെയ്ത്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൽ ചെയ്ത്, ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ചോദ്യം CGLലെ ബിലോ ആവറേജ് ക്വസ്റ്റ്യൻ ആണ്. CGLലെ ബിലോ ആവറേജ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ നേരെ CGLലെ എബോ ആവറേജ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഓക്കെ, the ratio of number of boys and girls is, the ratio of number of boys and girls is 3:2. 3:2. If 20% of the boys, if 20% of the boys and 30% of the girls, and 30% of the girls are scholarship holders, the ratio of number of boys and girls is 3:2 if 20% of the boys and 30% of the girls are scholarship holders. Then the percentage of students, who do not get scholarship is, then the percentage of students who do not get scholarship is, then the percentage of students who do not get scholarship is. ഓക്കെ, മക്കളെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കും മക്കളെ. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ വരാം, പ്രൈവറ്റ് ആയിട്ട് ചാറ്റ് ചെയ്യാം.
മുഹമ്മദ് അസ്ലം CP. ഓക്കെ, വെരി ഗുഡ്. മുനീർ P ഒന്നുകൂടി ചെയ്യണേ. മുനീർ P നമുക്ക് വേണ്ടത് റേഷ്യോ അല്ല വേണ്ടത് കേട്ടോ. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു ഡു നോട്ട് ഗെറ്റ് സ്കോളർഷിപ്പ്. ഒരു ക്ലാസ്സിലെ ബോയ്സ് ഗേൾസ് റേഷ്യോ തന്ന് ഒരു നിശ്ചയ പെർസെൻറ്റേജിന് സ്കോളർഷിപ്പ് ലഭിച്ചു. ഓക്കെ, അഫ്സൽ ആസിഫ് അലി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ മുനീർ. മുഹമ്മദ് നിഹാൽ, ചെക്ക് അഗെയിൻ പ്ലീസ്. സൽന ജലീൽ, വെരി ഗുഡ്. നീതു, വെരി ഗുഡ്. ജിബി ഒന്നുകൂടി ചെക്ക് ചെയ്യണേ. അനീസ് വീണ്ടും ചെക്ക് ചെയ്യണേ. റിനാഷ് വീണ്ടും ചെക്ക് ചെയ്യണേ. റിൻഷാദ് വീണ്ടും ചെക്ക് ചെയ്യണേ. ഡാനിഷ് പ്ലീസ് ചെക്ക്. മുഹമ്മദ് സുഹൈൽ, വെരി ഗുഡ്. ബാസിൽ ചെക്ക് ചെയ്യൂ. ആഷിഖ്, വെരി ഗുഡ്. സജ്ന, വെരി ഗുഡ്. സുബിൻ പ്രകാശ്, ചെക്ക് അഗൈൻ പ്ലീസ്. ഷഹജിന, വെൽക്കം. ഒന്നുകൂടി ചെക്ക് ചെയ്യണേ. ജിതീഷ്, ചെക്ക് ചെയ്യൂ പ്ലീസ്, അഗൈൻ പ്ലീസ്. മുഹമ്മദ് യാസിർ മുഹമ്മദ് വീണ്ടും ചെക്ക് ചെയ്യണേ. അഭിജിത്ത് വീണ്ടും ചെക്ക് ചെയ്യണേ. മുനീർ P ഇപ്പൊ കിട്ടിയത് ഓക്കെയാണ്. അനീസ് അലി, വെരി ഗുഡ്. മുഹമ്മദ് മുഹസിൻ, വെരി ഗുഡ്. സുബിൻ വീണ്ടും ചെക്ക് ചെയ്യൂ. മുനീർ P ഓക്കെ, വെരി ഗുഡ്, താങ്ക്സ്. ഓക്കെ മക്കളെ, ഇനി ഞാൻ പറഞ്ഞാലോ? നോക്കൂ, ഞാൻ പറയാം കേട്ടോ. നമ്മുടെ ഈ വൈറ്റ് ബോർഡിൽ കലാപരിപാടികൾ ചിലരാരൊക്കെയോ അറിയാതെ സംഭവിച്ചു പോകുന്നതായിരിക്കാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനെ വന്നു പോവരുതേ. നോക്കൂ മക്കളെ, ഞാൻ പറയാം കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണേ. CGL എബോ ആവറേജ് എന്ന് പറയാവുന്ന ചോദ്യമാണ്. ഓക്കെ, ശ്രദ്ധിക്കണേ. ഒരു ക്ലാസ്സിലെ ബോയ്സ് ഗേൾസ് റേഷ്യോ 3:2 ആണ്. ഓക്കെ, എന്നിട്ട് പറയുന്നത് 20% ബോയ്സിനും 30% ഗേൾസിനും സ്കോളർഷിപ്പ് ലഭിച്ചു എങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കാത്തവരുടെ ശതമാനം എത്ര എന്നാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? ഒരു ക്ലാസ്സിലെ ബോയ്സ് ഗേൾസ് റേഷ്യോ 3:2 ആണ്. 20% ഓഫ് ദ ബോയ്സ് ആൻഡ് 30% ഓഫ് ദ ഗേൾസ് സ്കോളർഷിപ്പ് ലഭിച്ചു. ഈ അജ്നാസ് ശ്രദ്ധിക്കണേ. അജ്നാസ്, നിങ്ങളുടെ അടുത്തുനിന്ന് നമ്മുടെ ഇതിനകത്ത് കുറച്ച് കലാപരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഒരു പക്ഷേ അബദ്ധവശാൽ സംഭവിക്കുന്നതായിരിക്കാം, ശ്രദ്ധിക്കണേ. അപ്പൊ 20% ബോയ്സിനും 30% ഗേൾസിനും സ്കോളർഷിപ്പ് ലഭിച്ചു എങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കാത്തവരുടെ ശതമാനമാണ് കാണേണ്ടത്. പല കുട്ടികൾക്കും കിട്ടിയ ഉത്തരം ഇങ്ങനെയായിരുന്നു: 20% ബോയ്സിന് സ്കോളർഷിപ്പ് ലഭിച്ചല്ലോ, 30% ഗേൾസിനും സ്കോളർഷിപ്പ് ലഭിച്ചല്ലോ, അപ്പൊ മൊത്തം 50% സ്കോളർഷിപ്പ് ലഭിച്ചല്ലോ. അപ്പൊ സ്കോളർഷിപ്പ് ലഭിച്ചവർ 50% ആണല്ലോ. അപ്പോ ബാക്കി ലഭിക്കാത്തവർ ബാക്കി എത്ര ഉണ്ടാകും? 50 ഉണ്ടാകും. അപ്പോഴല്ലേ ടോട്ടൽ 100 ആകൂ. പല മക്കൾക്കും ഇങ്ങനെയാണ് ആൻസർ കിട്ടിയത്. 20% ബോയ്സിന് സ്കോളർഷിപ്പ് ലഭിച്ചു, 30% ഗേൾസിന് സ്കോളർഷിപ്പ് ലഭിച്ചു. അപ്പൊ മൊത്തം 50% ആയി സ്കോളർഷിപ്പ് ലഭിച്ചവർ. അപ്പൊ സ്കോളർഷിപ്പ് ലഭിക്കാത്തവർ ബാക്കി 50%. മക്കളെ, ഫസ്റ്റ് ഓപ്ഷൻ 50% ആണ്. ഈ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ഓപ്ഷൻ 50%. ആ 50% എഴുതി വെക്കും, മാർക്ക് കിട്ടും, പക്ഷേ മൈനസ് മാർക്ക് ആകുന്നു മാത്രം. ഓക്കെ, അപ്പൊ എന്താണ് 50%ലെ മിസ്റ്റേക്ക്? നോക്കൂ, ഞാൻ അത് ബോധ്യപ്പെടാത്ത കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറയാം, ബാക്കിയുള്ളവരൊന്ന് സഹിക്കണേ. 2 ഗ്രൂപ്പ് ഉണ്ടെന്ന് കരുതൂ, എ എന്ന ഗ്രൂപ്പും ബി എന്ന ഗ്രൂപ്പും. ഈ എ എന്ന ഗ്രൂപ്പില് കേൾക്കണം മക്കൾ, ശരിക്കും കേൾക്കണേ. എ എന്ന ഗ്രൂപ്പിലെ 50% പേർക്ക് സപ്പോസ് ഈ വർഷം CGL കിട്ടി. നിങ്ങളെയാണ് എയും ബിയും ആക്കിയത്, അപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അപ്പൊ നിങ്ങളിൽ എ എന്ന ഗ്രൂപ്പിലെ 50% ഈ വർഷം CGL കിട്ടി, അപ്പോയിന്റ്മെന്റ് കിട്ടി.
ബി എന്ന ഗ്രൂപ്പിലും 50%-നും അപ്പോയിന്റ്മെന്റ് കിട്ടി. എ എന്ന ഗ്രൂപ്പിലെ 50%-നും അപ്പോയിന്റ്മെന്റ് കിട്ടി. ബി എന്ന ഗ്രൂപ്പിലെ 50%-നും അപ്പോയിന്റ്മെന്റ് കിട്ടി. അപ്പൊ എയിൽ നിന്നും ബിയിൽ നിന്നും കൂടി ആകെ 50 + 50 100%-നും അപ്പോയിന്റ്മെന്റ് കിട്ടി. 100%-ന് എല്ലാവർക്കും അപ്പോയിന്റ്മെന്റ് കിട്ടി. ശരിയാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും CGL ക്വാളിഫൈ ചെയ്യാൻ പറ്റും, അത് വേറെ വിഷയം. പക്ഷെ ഈ കണക്കിൽ അത് ശരിയാണോ? എ എന്ന ഗ്രൂപ്പിലെ പകുതി പേർക്കും ബി എന്ന ഗ്രൂപ്പിലെ പകുതി പേർക്കും സ്കോളർഷിപ്പ് CGL കിട്ടിക്കഴിഞ്ഞാൽ ആകെ 100% പേർക്ക് കിട്ടി എന്ന തോട്ട് വിഡിത്തമാണ്, തെറ്റാണ്. ഓക്കെ, ആകെ എത്ര ശതമാനം തന്നെ? 50% തന്നെ ആവുന്നുള്ളൂ. അപ്പൊ ആ തോട്ട് തെറ്റാണ്. അതുകൊണ്ട് 50% എന്ന ആൻസറിലേക്ക് പോകുന്നത് തെറ്റാണ്. ഇവിടെ ഏതോ ഒരു കുട്ടി, നേരത്തെ ഞാൻ ആ പേര് വായിച്ച കുട്ടി ഇവിടെ കളിച്ചിട്ട് ഇതിനകത്ത് എഴുതി വെച്ചത് 50% തന്നെയാണ്. അത് എഴുതി ആ കുട്ടി ഓടി രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പൊ 50% എന്ന ഉത്തരം തെറ്റാണ്, അത് തെറ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഏതാ ശരിയെന്ന് നോക്കാം. നോക്കൂ മക്കളെ, സാധാരണയായിട്ട് ഈ ചോദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയാൽ ഇതിന്റെ ഉത്തരം കാണുന്നത് എക്സ് ഉപയോഗിച്ചുള്ള മെത്തേഡാണ്. ഞാനൊരു എക്സ് വിരോധിയാണ്, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. എക്സ് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങൾ വരരുത്. ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങൾ വരരുത്. ആ മെത്തേഡ് കോമ്പറ്റീവ് എക്സാമിനേഷൻ്റെ മെത്തേഡ് അല്ല, അത് അക്കാഡമിക് പരീക്ഷയുടെ, 10ാം ക്ലാസ് പരീക്ഷയുടെ, +1 +2വിൻ്റെ ഡിഗ്രിയുടെ ഒക്കെ മെത്തേഡാണ്. ഇവിടെ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ഉത്തരം കിട്ടുന്ന മെത്തേഡാണ് വേണ്ടത്. നോക്കൂ മക്കളെ, ഞാൻ പറയാം. ബോയ്സ് ഗേൾസ് റേഷ്യോ 3:2 ആണല്ലോ. ചോദ്യത്തിൽ പിന്നെ പറയുന്നതൊക്കെ പേഴ്സൻറ്റേജ് ആണല്ലോ, ശതമാനമാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആകെ 100 പേരാണ് ക്ലാസ്സിൽ നിന്ന് കരുതുക. അതിനിപ്പോ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ആകെ 100 പേരാണ് ക്ലാസ്സിൽ നിന്ന് കരുതുക. ഞാൻ ചോദിക്കട്ടെ, ആകെ 100 പേരാണെങ്കിൽ എത്ര ബോയ്സ് ഉണ്ടാകും, എത്ര ഗേൾസ് ഉണ്ടാകും? ചാറ്റ് ബോക്സിലേക്ക് വാ മക്കളെ, പ്രൈവറ്റ് ചാറ്റിലേക്ക് വാ. ആകെ 100 പേരാണെങ്കിൽ എത്ര ബോയ്സ് ഉണ്ടാകും, എത്ര ഗേൾസ് ഉണ്ടാകും? മുനീർ വെരി ഗുഡ്, അഭിജിത്ത് വെരി ഗുഡ്, വെരി ഗുഡ്, മൻഹ, ആസിഫ് അലി വെരി ഗുഡ്, ആരതി വെരി ഗുഡ്, വെരി ഗുഡ്, യാസിർ വെരി ഗുഡ്, മുഹമ്മദ് ഷിഫ വെരി ഗുഡ്, വെരി ഗുഡ്, ഡാനിഷ്. ഓക്കെ ഓക്കെ, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന മക്കളാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നോക്ക് മക്കളെ, ഇവിടെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ആകെ 100 പേരാണെങ്കിൽ 60 ബോയ്സ് ഉണ്ടാകും, 40 ഗേൾസ് ഉണ്ടാകും. ഈ 60:40 മാറ്റുമ്പോഴാണ് 60ഉം 40ഉം ആദ്യം 0 എങ്ങനെ വെട്ടിപ്പോകും, 2 കൊണ്ട് വെട്ടിയത് 3 ആകും, 2 കൊണ്ട് വെട്ടിയത് 2 ആകും. 3:2. അപ്പൊ 3:2 റേഷ്യോയിലാണെന്ന് പറഞ്ഞാൽ 60 ബോയ്സും 40 ഗേൾസുമാണ്. ഈസ് ഇറ്റ് ഓക്കെ? 60 ബോയ്സും 40 ഗേൾസുമാണ്. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ആ എണ്ണം 60, 40 എങ്ങനെ കിട്ടിയെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ടൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ടൈപ്പ് ചെയ്താൽ മതി. 60ഉം 40ഉം കിട്ടിയാൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ആരതിക്ക് സംശയമുണ്ട്? പിന്നെ യെസ്, ഓക്കെ, ജുമൈല, ഓക്കെ, ഞാൻ പറയാം. അതായത് ഇങ്ങനെ ചെയ്താൽ മതി മക്കളെ, ഒരു കാര്യം ചെയ്താൽ മതി. ആകെയുള്ള 100 പേരെ 3+2 5 തുല്യ ഭാഗമാക്കുക. 100നെ 5 കൊണ്ട് ഹരിക്കുക നടത്തും. 5 എവിടെ നിന്ന് കിട്ടി? ഇതാ ഈ 3ഉം 2ഉം കൂട്ടി, 3ഉം 2ഉം കൂട്ടി 5 കൊണ്ട് ഹരിക്കുക. 100/5 എത്രയാണ്? 20 അല്ലേ? അപ്പൊ 100നെ 5 തുല്യ ഭാഗമാക്കിയാൽ ഒരു ഭാഗം 20 കിട്ടും. 100 എന്ന സംഖ്യയെ 5 തുല്യ ഭാഗമാക്കിയ ഒരു ഭാഗം 20 കിട്ടും. ആ 20 3 ചേരുന്നതാണ് ബോയ്സ്, ആ 20 2 ചേരുന്നതാണ് ഗേൾസ്. 20 3 ചേർന്ന് 60 ആകും, 20 2 ചേർന്ന് 40 ആകും. അത്രേ ഉള്ളൂ. 20 എന്ന സംഖ്യ 5 ചേരുന്നതാണ് 100. അതിൽ 3 ബോയ്സ്. അപ്പോ 3 20 60. 2 ഗേൾസ്. അപ്പൊ 2 20 40. ഓക്കെ ആണല്ലോ? ആദിൽ, മുഹമ്മദ് ഫൈസൽ, ജുമൈല ഓക്കെ ആണോ? മനസ്സിലായി? ഓക്കെ. ജുമൈല, ആരതി പറഞ്ഞു. ഓക്കെ, യെസ്. മുഹമ്മദ് ഫൈസൽ ഓക്കെ, യെസ്. എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ട്. വെരി ഗുഡ്. നോക്കൂ, അപ്പൊ ആകെ 60 ബോയ്സും 40 ഗേൾസും ആണ്. ഇനി നോക്കൂ മക്കളെ, ഈ 60 ബോയ്സിന്റെ 20% പിന്നെ സ്കോളർഷിപ്പ് ലഭിച്ചു. 60ന്റെ 20% എത്ര? 60ന്റെ 10% 6. 60ന്റെ 10% 6.
അപ്പൊ 20% 12 അല്ലെ? 60ന്റെ 10% കാണൽ എങ്ങനെ? ഒരു 0 ഒഴിവാക്കി 6 കിട്ടി. അപ്പൊ 20% അതിന്റെ ഇരട്ടി 12 കിട്ടി. അതേപോലെ 40ന്റെ 30%, 40ന്റെ 10% എത്രയാണ്? 4. 10% 4. അപ്പൊ 30% അതിന്റെ 3 മടങ്ങ്, 4 3 12. ക്ലിയർ ആണല്ലോ? അപ്പൊ 12 ബോയ്സും 12 ഗേൾസും. അപ്പൊ 60ന്റെ 20%-മായ 12ഉം 40ന്റെ 30%-മായ 12ഉം കൂട്ടിയപ്പോ 24 പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചത്. ആകെ ബോയ്സും ഗേൾസുമായി 24 പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചത്. ഓക്കെ, 24 പേർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചെങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കാത്തത് ബാക്കി എത്ര പേരുണ്ട്? 100 - 24 = 76. 100ൽ 76 പേർക്ക് ലഭിച്ചില്ല. ദാറ്റ് മീൻസ് 76% ലഭിച്ചില്ല. 76% സ്കോളർഷിപ്പ് ലഭിച്ചില്ല. ക്ലിയർ ആണല്ലോ? ആകെ ഞാൻ ഒന്നുകൂടി പറയാം, ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടി പറയാം. 3:2 എന്ന റേഷ്യോയിലാണ് ബോയ്സ് ഗേൾസ് ഉള്ളത്. അപ്പോ നമ്മൾ ആകെ 100 പേരാണ് ഉള്ളതെന്ന് സങ്കല്പിച്ച് ആ 100നെ 5 തുല്യ ഭാഗമാക്കിയതിൽ 3 ഭാഗവും 2 ഭാഗവും. 100നെ 5 തുല്യ ഭാഗമാക്കിയ 20 ആണ് കിട്ടുക. ആ 20 3 ചേർന്നാൽ 60, 2 ചേർന്നാൽ 40. അത് നമ്മൾ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസിൽ വിശദമായിട്ട് പഠിക്കൂട്ടോ. ഇപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി, 60ഉം 40ഉം. ആ 60ന്റെ 20% പേർ, 60ന്റെ 10% 6, 20% 2 6 12, 40ന്റെ 10% 4, 30% 4 3 12, 12 + 12 24. 24 പേർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു. അപ്പൊ ലഭിക്കാത്തത് ബാക്കി 100 - 24 = 76. ദാറ്റ് മീൻസ് 76% പേർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചില്ല. ഓക്കെ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആയവരൊന്ന് ചാറ്റ് ബോക്സിലേക്ക് വരും മക്കളെ. ഓക്കെ ഓന്നെങ്കിലും ടൈപ്പ് ചെയ്യൂ. ഓന്ന് ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. കുറെ പേര് ചാറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പ്രൈവറ്റ് ചാറ്റ് ആയതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് കാണാത്തത് കേട്ടോ. പ്രൈവറ്റ് ചാറ്റ് ആകുമ്പോൾ ആർക്കാണോ ചാറ്റ് ചെയ്യുന്നത് അദ്ദേഹം മാത്രമേ കാണൂ. ഓക്കെ. താങ്ക് യു. ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ. മനസ്സിലാകാത്തവർ ഒന്നുകൂടി പറയണമെന്ന് അത്യാവശ്യമുള്ളവർ കേട്ടോ പറയണേ. സെറ്റാണ്. 76 നമ്പർ അല്ലേ വരിക? അതെ, 76 നമ്പറാണ് വരിക. 76 പേർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചില്ല എന്നാണ്. അപ്പോൾ 100ൽ 76 പേർക്ക് എന്നാണ്. 100ൽ 76 എന്ന് പറഞ്ഞാൽ അത് 76% അല്ലേ? എന്താണ് ചിറ്റു? ആരാ മനസ്സിലായോ? 100ൽ 76 പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കാത്തത്. ഈ ശതമാനം എന്ന് പറഞ്ഞ സാധനം അതാണ്. 100ൽ എത്ര എന്നുള്ളതാണ് ശതമാനം. അപ്പൊ 76% പേർക്ക്. ഓക്കെ. മറ്റാർക്കെങ്കിലും ഏതെങ്കിലും അതിലേതെങ്കിലും വീണ്ടും പറയേണ്ടതോ മറ്റുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണേ. ആണോ സാർ ഇതിനെ ആണോ സാർ? യൂണിറ്ററി മെത്തേഡ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ്. ഇതിനങ്ങനെ യൂണിറ്ററി മെത്തേഡ് എന്നൊന്നും പറയാൻ പറ്റുമോ എന്നുള്ളത് ഐ ഡോണ്ട് നോ. യൂണിറ്ററി മെത്തേഡ് എന്ന് പറയുന്ന വേറെ കുറെ സാധനങ്ങളുണ്ട്. ഓക്കെ ആണെന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. യെസ്. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്കിനി ഒരു 13 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഞാൻ ഇന്ന് ലാസ്റ്റത്തെ 5 മിനിറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് സെഷൻ അല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനു വേണ്ടി സമയം തരും കേട്ടോ. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി സമയം തരും. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഞാൻ നിങ്ങളെ വീണ്ടും മ്യൂട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. സ്വയം എല്ലാവരും നിയന്ത്രിക്കുക, മ്യൂട്ട് ചെയ്യുക. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഓക്കെ, എങ്കിലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ചെയ്തോളൂ. നമ്മൾ ആദ്യം ചെയ്ത ചോദ്യത്തിന്റെ വേറൊരു മെത്തേഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയ്തോളൂ. ഇത് CGL ക്വസ്റ്റ്യൻ ആണ്. 75% ഓഫ് എ നമ്പർ, 75% of a number added to 25.
then get the twice of that number. Then get the twice of that number. Irati. Twice of that number. Then the number is. 75% of a number added to 25, then get the twice of that number. Then the number is. Answer ഉണ്ടെങ്കിൽ chat box ലേക്ക് വരൂ. ഓക്കെ, ആരതി, മുഹമ്മദ് ഇസ്ലാം, അതൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യണേ. അഭിജിത്ത്, ഓക്കെ. വാഹിദ് എത്രയായിരുന്നു പറഞ്ഞത്? ഒന്നും കൂടി. ആദിൽ മുഹമ്മദ്, ഒന്നും കൂടി ചെക്ക് ചെയ്യണേ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയണമെന്ന് പറയുന്നുണ്ട്, പറയാം. 75% of a number added to 25, then get the twice of that number. Then the number is. ഒരു സംഖ്യയുടെ 75% കൂടെ 25 കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ ഇരട്ടിയാണ് ലഭിച്ചതെങ്കിൽ സംഖ്യ എത്ര? ഒരു സംഖ്യയുടെ 75% കൂടെ 25 കൂട്ടിയപ്പോൾ കിട്ടിയത് ആ സംഖ്യയുടെ ഇരട്ടിയാണെങ്കിൽ സംഖ്യ എത്ര? ആസിഫ് അലി ഒന്നും കൂടി നോക്കൂ. മുനീർ ഓക്കെ, സ്നേഹ ഓക്കെ, ആരതി ഓക്കെ, കൃഷ്ണദാസ് ഓക്കെ, സജ്ജന ഓക്കെ, ഡാനിഷ് ഓക്കെ, റിൻഷാദ് ഓക്കെ. ഡാനിഷ്, സുബിൻ ഒന്നുകൂടി നോക്കണം. ഡാനിഷിനും തെറ്റാണ്, സുബിൻ ഒന്നുകൂടി നോക്കണേ. റിൻഷാദ് ഒന്നുകൂടി നോക്കണേ. ഹസ്ന ഓക്കെ, സജ്ജന ഓക്കെ, മൻഹാസ് ഒന്നുകൂടി നോക്കണേ. റാഷി ഒന്നുകൂടി ചെക്ക് ചെയ്യണേ. ബാസിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യണേ. മുഹമ്മദ് ഫൈസൽ വീണ്ടും ചെക്ക് ചെയ്യണേ. ഒരു സംഖ്യയുടെ 75% കൂടെ 25 കൂട്ടിയപ്പോൾ കിട്ടിയത് ആ സംഖ്യയുടെ ഇരട്ടിയാണെങ്കിൽ സംഖ്യ എത്ര? നോക്കൂ, ഞാൻ പറയാം കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കൂ, ഞാൻ പറയാം. ഒരു സംഖ്യയുടെ 75% കൂടി 25 കൂട്ടിയപ്പോൾ കിട്ടിയത് ആ സംഖ്യയുടെ ഇരട്ടിയാണ്. സംഖ്യയുടെ ഇരട്ടി എന്നതിനെ ഞാൻ 200% എന്ന് മാറ്റി പറഞ്ഞൂടെ മക്കളെ? സംഖ്യയുടെ ഇരട്ടിയെ 200% പറയാം, സംഖ്യയുടെ 3 മടങ്ങിനെ 300% പറയാം, സംഖ്യയുടെ 4 മടങ്ങിനെ 400% പറയാം, എക്സെട്ര. ഓക്കെ, അപ്പൊ ഒരു സംഖ്യയുടെ 75% കൂടെ 25 കൂട്ടിയപ്പോൾ കിട്ടിയത് 200% ആണ്. മക്കളെ, ഇനി ഞാൻ ചോദിക്കട്ടെ, കേൾക്കൂ. ഒരു സംഖ്യയുടെ 75% കൂടെ എത്ര പെർസെൻറ്റേജ് കൂട്ടുമ്പോഴാണ് 200% ആവുക? ഒരു സംഖ്യയുടെ 75% കൂടെ എത്ര പെർസെൻറ്റേജ് കൂട്ടുമ്പോഴാണ് 200% ആവുക? 125% കൂട്ടുമ്പോൾ. യെസ് ഓർ നോ? 75% കൂടി 125% കൂട്ടുമ്പോഴാണ് 200% ആവുക. സോ നമുക്ക് എഴുതാം 125% is equal to 25. 125% is equal to 25. ക്ലിയർ? അപ്പൊ അത് ക്ലിയർ ആയിട്ട് ഉണ്ടാകും. 125% 25ആണ്. 125% 25ആണ്. ഒന്നുകൂടി ഞാൻ പറയാം. 75% കൂടി 25 എന്ന സംഖ്യ കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ ഇരട്ടി കിട്ടി, അഥവാ 200% കിട്ടി. അപ്പൊ നമുക്ക് പറയാം 200% കിട്ടണമെങ്കിൽ 125% ആഡ് ചെയ്യണം. സോ 125% എന്നത് 25 ആണ് എന്ന് കിട്ടി. ഇനി നോക്കൂ മക്കളെ, 125% എന്നത് 25% 5 എണ്ണം ചേർന്നതാണ്. 125% എന്നത് 25% 5 എണ്ണം ചേർന്നതാണ്, അല്ലെ? 25% 5 എണ്ണം ചേർന്നതാണ്. 25 എന്ന സംഖ്യ ഏത് സംഖ്യ 5 എണ്ണം ചേർന്നതാ? 25 എന്ന സംഖ്യ ഏത് സംഖ്യ 5 എണ്ണം ചേർന്നതാ? 5 എണ്ണം ചേർന്നതാണ്. യെസ് ഓർ നോ? അപ്പൊ 25% എന്നത് 5 ആണെന്ന് കിട്ടി. മക്കളെ, ഇതിന്റെ കൺക്ലൂഷൻ മനസ്സിലാക്കണം. 25% 5 ആണ്. 25% 5 ആണ് മീൻസ് കാൽഭാഗം 5 ആണ്. കാൽഭാഗം 5 ആണെങ്കിൽ ഫുൾ എന്നത് 100% 4 5 20. കാൽഭാഗം 5 ആണെങ്കിൽ 100% എന്നത് 4 5 20. ഉത്തരം എന്ത് കിട്ടി? സംഖ്യയാണ് 100%. അത് നമുക്ക് 20 കിട്ടി. വേറെയും പല മെത്തേഡും ഉണ്ട്. ഈ മെത്തേഡ് ഇങ്ങനെ ശീലിച്ചു വന്നാൽ പേന ഉപയോഗിക്കാത്ത ആൻസർ എഴുതാൻ പറ്റും.
അതാണ് ഈ മെത്തേഡിന്റെ ഒക്കെ പ്രത്യേകത. ഞാൻ പഠിപ്പിക്കുന്ന മെത്തേഡിന്റെ പ്രത്യേകത മക്കളെ, ഇത് കൃത്യമായിട്ട് ശീലിച്ചാൽ പേന പോലും ഉപയോഗിക്കാതെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആലോചിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. മക്കൾ ഒന്നും കൂടി മനസ്സിലാക്കണം. 75% കൂടി 20 കൂട്ടിയപ്പോൾ 200% കിട്ടി. അപ്പോൾ 75% കൂടി 125% കൂട്ടിയാലാണ് 200% ആവുക. സോ 125% 25 ആണ്. 125% എന്ന് 25% 5 ചേർന്നതാണ്. 25 എന്നത് 5 എന്ന സംഖ്യ 5 ചേർന്നതാണ്. അപ്പൊ 25% 5 ആണ്. അതായത് 1/4 5 ആണ്. 1/4 5 ആണെങ്കിൽ 100% സംഖ്യ എന്നത് 4×5 20 എന്നർത്ഥം. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ക്ലാരിറ്റി വേണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ വാ. ആൻസർ വൺസ് മോർ എന്നൊരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയും. ഓക്കെ, ബാക്കി എല്ലാവർക്കും ഓക്കെ എന്ന് തന്നെയാണ് മെസ്സേജ് വരുന്നത്. റൈറ്റ്, ഒന്നും കൂടി ഞാൻ പറയാം. 75% കൂടി 25 കൂട്ടിയപ്പോൾ സംഖ്യയുടെ ഇരട്ടി കിട്ടിയെന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. അപ്പൊ സംഖ്യയുടെ ഇരട്ടി കിട്ടിയ മീൻസ് 200% കിട്ടി. 75% കൂടി 125% കൂട്ടിയാലാണ് 200% ആവുക എന്നുള്ളത് നമുക്കറിയാം. സോ 125% is equal 25. 125% എന്ന് പറഞ്ഞാൽ 25% 5 എണ്ണമാണ്. 25 എന്നാൽ 5 എന്ന സംഖ്യ 5 എണ്ണമാണ്. അപ്പൊ 25% 5. സിമ്പിൾ ലോജിക്, വെരി വെരി സിമ്പിൾ ലോജിക്. സോ 25% 5 ആണ്. 25% 5 ആണെങ്കിൽ 100% അതിന്റെ 4 മടങ്ങ് 100%. 5ന്റെ 4 മടങ്ങ് 20. സോ നമ്പർ എന്ന് പറയുന്നത്, സംഖ്യ എന്ന് പറയുന്നത് 20 ആണ് എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു 5 മിനിറ്റ് സമയം തരുന്നത്, ഒന്ന് നമ്മൾ ഈ SSC പരീക്ഷയെക്കുറിച്ചും അതിൻ്റെ ബാക്കി വിശദമായ അതിൻ്റെ ഓറിയന്റേഷൻ ആവശ്യമാണെങ്കിൽ നമ്മളത് പിന്നീട് തരും. നമ്മൾ 2-3 സെമിനാറുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതിൽ പങ്കെടുത്തവരുണ്ടാകും. അല്ലെങ്കിൽ ജസ്റ്റ് പിന്നെ ഗൂഗിൾ ചെയ്താലോ യൂട്യൂബിലോ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടാനുണ്ട്. ആവശ്യമുള്ളവർക്ക് അതെടുക്കാം. അതും പോരാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പിന്നീട് നിങ്ങൾക്ക് അത് ആവശ്യമെങ്കിൽ തരും. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാലോ. അടിപൊളി ക്ലാസ്, താങ്ക് യു സർ, സൂപ്പർ, വെരി ഗുഡ്. ഓക്കെ, ചാറ്റ് ബോക്സിൽ പറയാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് സംസാരിക്കാനാണെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങളെ പേര് ടൈപ്പ് ചെയ്യൂ. ഞാൻ പേര് വിളിക്കുമ്പോൾ സംസാരിച്ചാൽ മതി. സർ, ഈ SSC എക്സാം എപ്പോഴായിരിക്കും? ഇപ്പോൾ SSCയുടെ എക്സാം ഇതാ വരാൻ പോവാണ്. ഈ വരുന്ന 3-4 മാസങ്ങളിലായിട്ട് എക്സാം ഒക്കെ കഴിയും. ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടോ? ഗുഡ് ക്ലാസ്. ഈ 20 വെച്ച് ബാക്കി കൂടി പോയ എങ്ങനെ ക്വസ്റ്റ്യനിൽ എത്തും സർ? ഇവിടെ ഒരു പ്രോബ്ലം. ഓക്കെ, 20 hours വെച്ച് എങ്ങനെ കംപ്ലീറ്റ് കഴിയുന്നതാണ് ചോദ്യം. CGL എക്സാം ഡേറ്റ്, ഈ ക്ലാസ്സിൻ്റെ ഒക്കെ റെക്കോർഡിങ് ഞങ്ങൾക്ക് ഓക്കെ കിട്ടും, റെക്കോർഡിങ് കിട്ടും. വെരി ഹെൽപ്ഫുൾ ക്ലാസ്, സൂപ്പർ ആയിരുന്നു സർ, അടിപൊളി ക്ലാസ് സർ, താങ്ക് യു സർ, വെരി ഹെൽപ്ഫുൾ ക്ലാസ്, സൂപ്പർ ആയിരുന്നു. ഇനി എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ? വീണ്ടും വരും, വീണ്ടും ഓരോ വർഷവും അപ്ലൈ ചെയ്യാൻ വരും കേട്ടോ. ഓരോ വർഷവും ഉണ്ടാകും. കുറെ കഴിഞ്ഞിട്ടാണ് ജോയിൻ ആക്കാൻ കഴിഞ്ഞത്. മാക്സിമം 100 പേരാണ് ജോയിൻ. ഓക്കെ, അല്ലാത്തവർക്ക് ഇതിന്റെ റെക്കോർഡിങ് കിട്ടും. ആർക്കെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ പേര് ടൈപ്പ് ചെയ്യാൻ, ഞാൻ വിളിക്കാം. വെരി ഹെൽപ്ഫുൾ, താങ്ക് യു സാർ. MTS ആണ് ഇപ്പോൾ കൊടുത്താൽ CGL അപ്ലൈ ചെയ്യാൻ കിട്ടുന്നില്ല. ചാറ്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് നിറയുന്നതുകൊണ്ട് വായിക്കാനും പറ്റുന്നില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്ന് കിട്ടും? ഗൂഗിൾ ചെയ്താൽ ഇഷ്ടം പോലെ കിട്ടും. വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തൂടെ? ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ സാർ. ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആണോ? അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? മഹറൂഫുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഇതിൽ സ്വാഗതം പറഞ്ഞ മഹറൂഫ് ഉണ്ടല്ലോ, നിങ്ങളുടെ നമ്പർ ഉണ്ടല്ലോ, നമ്മുടെ എൻക്വയറി നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യൂ കേട്ടോ. CGL ആൻഡ് MTM സെപ്പറേറ്റ് ക്ലാസ് ആണോ? അല്ല, ഇപ്പം നമ്മൾ ഒരുമിച്ചാണ്. CGL-ഉം MTS ഒക്കെ ഒരുമിച്ചാണ് ഇപ്പം ചെയ്യുന്നത്. സൂപ്പർ ക്ലാസ്, താങ്ക് യു സർ. ഓക്കെ, വെരി ഗുഡ് ക്ലാസ്. വാട്ട് അബൌട്ട് ദ ആവറേജ് കട്ട് ഓഫ് ഫോർ PH കാറ്റഗറിയിൽ കുറച്ചും കൂടി കിട്ടും. സാധാരണ ഒരു 130-140 ആണ് റെഗുലർ CGL-ന്റെ ഇത് വരിക. അതിലൊരു 15, ഐ മീൻസ് കുറച്ചും കൂടി താഴേക്ക് 15 ഒക്കെ ഡൗണിലേക്ക് വരും. യൂസ്ഫുൾ ക്ലാസ് CHL. ഓക്കെ, ആരെങ്കിലും ഒരാൾക്ക് ജസ്റ്റ് സംസാരിക്കാം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും? പ്രീവിയസ് ക്വസ്റ്റ്യൻ കുറെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഒരുപാട് പുസ്തകങ്ങൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഡൽഹിയിൽ നിന്നും മറ്റും വരുന്ന പുസ്തകങ്ങൾ നോക്കുക. കേരള എന്നുള്ള മലയാളി പബ്ലിക്കേഷൻസ് കഴിയുന്നതും ഒഴിവാക്കുക. പുറത്തുനിന്നുള്ള പിന്നെ ചെന്നൈയിൽ നിന്നുള്ളതും ഡൽഹിയിൽ നിന്നുള്ളതും ഒക്കെ ഇഷ്ടം പോലെ പബ്ലിക്കേഷൻസ് ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, അതൊക്കെ നോക്കാം. 100 കൂടുതലാക്കാൻ പറ്റുമോ പാർട്ടിസിപ്പൻസ്? അല്ലേ,
പാർട്ടിസിപ്പൻസ് ഇപ്പൊ നമ്മൾ 100 ആണ് വെച്ചിട്ടുള്ളത്. അല്ലാത്തവർക്ക് റെക്കോർഡ് വീഡിയോ കൊടുക്കാന്നുള്ളതാണ്. ഓക്കെ, യെസ്. ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ മക്കളെ. ഞാൻ ഈ ഷെയറിംഗ് ഒന്ന് ക്യാൻസൽ ചെയ്യാം. യെസ്, എന്നിട്ട് എല്ലാവരും ഒന്ന് വീഡിയോ എനേബിൾ ചെയ്തോളൂ. യെസ്, ആരെങ്കിലും ഒരാളൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പരസ്പരം ഒന്ന് വോയിസ് കേൾക്കാമല്ലോ അല്ലെ? നമുക്ക് ഒരു ഫിസിക്കൽ ക്ലാസ് റൂമിന്റെ അതേ ഇത് കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ സൗകര്യത്തിനാ. ആരെങ്കിലും ആരാണ്? ഹന, സംസാരിച്ചോളൂ. ടെലഗ്രാമിൽ ലിങ്ക് അയക്കും കേട്ടോ. ഓക്കെ ഓക്കെ സാർ, കൾച്ചർ യൂസ് ചെയ്യാൻ പറ്റുമോ? എന്താണ്? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. മേഘ സംസാരിക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം ഒരാൾക്ക്. പറഞ്ഞോളൂ മേഘ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ മേഘ. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ സ്വയം. എന്റെ പേര് മേഘ എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് SSC എഴുതുന്നത്. മുന്നേ PSC എഴുതിയിട്ടുണ്ട്, PSCക്ക് പഠിക്കുന്നുണ്ട്. അപ്പൊ SSC പുതിയൊരു സംഭവമാണ്, സ്പീഡൊന്നും ഇല്ല. അപ്പൊ സാറിന്റെ ക്ലാസ് മുന്നേ മറ്റേ PSCന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കേൾക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ അത്യാവശ്യം ചെയ്യും, എന്നാലും സ്പീഡില്ല. SSCന്റെ അതിലേക്കുള്ള സ്പീഡില്ല. അപ്പൊ നമ്മള് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി വിചാരിക്കുന്നു. താങ്ക് യു മേഘ. നമ്മൾ അങ്ങനെ ഒരു PSCയിൽ നിന്ന് അപ്പുറത്തേക്ക് SSC എഴുതണമെന്ന് താല്പര്യത്തോടു കൂടി വന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇനി പിടിച്ചു അത് IBയുടെ എക്സാം എഴുതിയിരുന്നു. അപ്പൊ ഒരു SSCന്റെ ഫോർമാറ്റിലാണ് മാത്സ്. അപ്പൊ കുറച്ചൊക്കെ നിങ്ങളെ മാത്സ് അത്യാവശ്യം നല്ല പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അന്ന് പറയണം വിചാരിച്ചിരുന്നു, ഇപ്പൊ ഇന്നാണ്. ഓക്കെ താങ്ക് യു മേഘ. മക്കളെ, ഒരു യൂട്യൂബ് ചാനലുണ്ട്, ദ മാത്ത് മെന്റർ എന്നാണ്. DE മാത്ത് മെന്റർ. എൻ്റെ പേരിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അങ്ങനെ, DE മാത്ത് മെന്റർ. അപ്പോൾ അതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. അത് കാണുകയാണെങ്കിൽ നമുക്ക് ആ ബേസിക്കിന്റെ താഴെയുള്ള ബാക്കി പണി ക്ലാസ് റൂമിൽ എടുത്താൽ മതി. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. നിങ്ങൾക്ക് പ്രയാസമാകില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനതാ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഡി മാത്ത് മെന്റർ. അതില് PSCയുടെ കാര്യങ്ങളാണ് ആ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഞാനതിൽ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും SSCയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. മാത്രമല്ല, ആ ഒരു ബേസിക് ഉണ്ടെങ്കിൽ നമുക്ക് SSC ഒന്നുകൂടി സ്പീഡിൽ ക്ലാസ് പോകാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ സൗകര്യമാണെങ്കിൽ അതൊന്ന് കണ്ട് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നന്നാകും. ഓക്കെ, മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരാൾക്ക് കൂടി അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആരെങ്കിലും ഒരാൾക്ക് കൂടി സംസാരിക്കാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ഹലോ, പറഞ്ഞോളൂ, പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് നൗഫർ എന്നാണ്. ഞാൻ ഇപ്പൊ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. വെരി ഗുഡ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് നല്ലത്